ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് PNT വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്ന് ശനിയാഴ്ച 27 തീയതി ഇന്ന് ഞാൻ നിങ്ങൾക്കറിയാവുന്ന ഒരാളുടെ വീട്ടിൽ വന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇവളുണ്ടായിരുന്നു, അവളുടെ വീട്ടിലേക്ക് ഞാൻ ഇപ്പോൾ വന്നതാണ്. പക്ഷെ വന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്ക്. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ അവളെ കാണിച്ചു തരാം. അർപ്പിത, വരൂ, വാ. ഏമാ പോന്നു ഗൈസ്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? മറ്റേ ലൈറ്റിൻ്റെ മാത്രം അല്ല, അന്നന്ന പാത കളിച്ചിട്ടുണ്ട്. മറ്റേ ചിക്കൻ ബനാന അതിലെല്ലാം ഇവളുണ്ട്. ഇതിലെല്ലാം അവള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വീട് റെഡി ചേരാം. പുതിയ വീട് വെക്കാനായി പോവുകയാണ്. ഡാഡ്സ് ആണ് ഞങ്ങളുടെ പഴയ വീട്. ഇതാണ് അവളുടെ പഴയ വീട്. ഇപ്പോൾ പുതിയൊരു വീഡിയോ വെക്കുകയാണ്. അപ്പം നിങ്ങൾ വരിക. നമുക്ക് പാല് കച്ചിന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിടും ഗൈസ്, കണ്ടൻറ്റുള്ള വീഡിയോസ്. ഭയങ്കര രസം ഇങ്ങോട്ടൊക്കെ. ഞാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാടപ്പാറ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇളമ്പൽ ആ ഭാഗത്ത് മാടപ്പാറ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ ചില ഷോർട്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് പോയി പറ്റുവാണെങ്കിൽ, കാരണം ഹോം ടൂറൊന്നും ഇപ്പം കാണിക്കാൻ പറ്റില്ല. ഇപ്പം എത്ര മണിയാണ്? ആളുകൾ ഇപ്പം ഇരിക്കുകയാണ് അവിടെ. നിൽക്കാൻ പറയാം, ആളുകൾ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ പോകാൻ പറ്റില്ല. നമുക്ക് ഈ സറൗണ്ടിങ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഞാൻ മാടപ്പാറയെ പറ്റി സംസാരിക്കുന്നതാണ്. കാരണം മാടപ്പാറയെ പറ്റി ഞങ്ങൾ പിന്നെ സംസാരിക്കുന്നതാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആക്ച്വലി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പിയാണ്. സോ വി വിൽ. ഇതാണ് ഉറഞ്ഞു പോയ പ്ലാവ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നു, അതായിരുന്നു ഇത്. പിന്നെ ഇത് നല്ല കാട്, ഇതെല്ലാം ഈ മരങ്ങളൊക്കെ ഇനി സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഇത് വീട് വയ്ക്കുന്നതുകൊണ്ട് വെട്ടിക്കളയുന്നതാണ് ഗായ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണുകയുള്ളൂ ഗായ്സ് ഈ മരങ്ങൾ. നമുക്ക് ഇനി യൂട്യൂബിൽ കൂടെ എടുത്തു നോക്കാം പഴയ വീടുകൾ, അല്ലേ? വീട് വെക്കുമ്പോൾ വീടുകളല്ല, അതൊരു വീടുകൾ. ഇതാട്ടോ ഇതിൻ്റെ സറൗണ്ടിങ്. ഭയങ്കര വീട് കറങ്ങടി എൻ്റെ കൂടെ. എന്തിനാ? നല്ല രസമുണ്ട്. ഇനി മാടപ്പാറയെ പറ്റി സംസാരിക്കാം. ഈ മാടപ്പാറയിൽ ഉച്ചയ്ക്കും രാത്രിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാടനൊന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളൊന്നും അന്ന് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പം പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പറയുമോ അവർ മാടനെ കണ്ടിട്ടുണ്ട്, തിരിഞ്ഞു നോക്കി അവർ അടിച്ചു കൊന്നു. ഇപ്പം ഞങ്ങൾക്ക് മാടപ്പാറ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കല്ല, ഇവൾക്ക്. ഞാൻ ഇവിടെ കാണുന്നില്ലല്ലോ, ഇവൾ ചിലപ്പോൾ വരുന്നുണ്ട്, ഇവൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞു മാടപ്പാറ ഇപ്പം പോകാൻ പറ്റില്ല, ചിലപ്പോൾ വിടത്തുമില്ല, വേണമെങ്കിൽ നമുക്ക് ആ വയലൊക്കെ ചുറ്റിക്കറങ്ങാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു പാള എടുത്തു നമുക്ക് ഞാൻ എന്നൊക്കെ പറഞ്ഞു. ഇനി സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് പോകും. നമ്മൾ പോവുകയായിരിക്കും, ഒറ്റയ്ക്കല്ല. നമ്മൾ ഇവിടുത്തെ കുറച്ച് ചേച്ചിമാരുണ്ട്. ചേച്ചിമാർ ഇപ്പം വരും. ചേച്ചിമാർ വരുന്നതല്ല, നമുക്ക് ഇവരൊക്കെ ആയിട്ട് പോവാം. ഇവരൊക്കെ ആയിട്ട് പോകാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകുന്നതാണ്. ഒറ്റയ്ക്ക് പോയാൽ പക്ഷെ മാടനുണ്ടെന്നാണ് പറയുന്നത്. അവിടെ മാടനുണ്ടെന്നാണ് കേട്ടതാ. ഞാൻ കാണിച്ചു തരാം വ്യൂ ഗൈസ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് കാണിച്ചു തരാം. അവിടെ കണ്ടോ, അതാണ് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പുറത്ത് അവിടോട്ടൊന്നും പോകാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇച്ചിരി മാറിയിട്ടുള്ള സ്ഥലമുണ്ട്, അവിടെയൊക്കെ പോകാൻ പറ്റും. അവിടെയൊക്കെ ആനയൊന്നുമില്ല കേട്ടോ. അവരവിടെ നദിയൊക്കെ ഉണ്ട്, അവിടെ കാണാറുള്ളതല്ലേ. അങ്ങനെയുണ്ട്. അപ്പോൾ അവിടെ 2 മണി 3 മണി ആ സമയത്തൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറ്റുവാണെങ്കിൽ 4 മണി ആ ഒരു സമയത്താകുമ്പോൾ ഇറങ്ങാൻ നോക്കാം ഗൈസ്. ഇറങ്ങാനില്ല, ഇപ്പോഴേ നമുക്ക് പറഞ്ഞു വെച്ചാൽ അപ്പൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ വയലൊക്കെ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് വയലുണ്ട്, അതൊക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം. അതൊക്കെ കാണിക്കാം. അതൊക്കെ ഇവിടെ ഇതിൽക്കൂടെ പോകാൻ പറ്റും. മാടപ്പാറ പോകുന്ന നടക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും അഥവാ പറ്റിയാൽ, അല്ലെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ പറ്റിയാലും ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ബൈ ബൈ, ടാറ്റാ, സീ യു.